ഡിയർ സ്റ്റുഡൻസ്, ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെല്ലാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് നിങ്ങൾ കണ്ടു കാണും എന്ന് കരുതുന്നു. വളരെ വാല്യുബിളായിട്ടുള്ള ഒരു വീഡിയോ ആണത്. കാരണം അതൊരു 3 ഡയമെൻഷണൽ പിക്ചർ തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വേണം ശരിക്കും ഈ വീഡിയോ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഇസഡ്, ഒരു യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇസഡ് എന്ന നമ്പർ ഓഫ് ആറ്റംസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. വി ക്യാൻ റെപ്രസെൻറ്റ് ഇസഡ് ഫോർ നമ്പർ ഓഫ് ആറ്റംസ്. ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദ കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. What is primitive unit cell? എന്താണ് primitive unit cell? In primitive unit cell, the particles are placed only at the corners of a unit cell. നമുക്കതിനെ എങ്ങനെ വരയ്ക്കാം? അതിൻ്റെ ഒരു ഏകദേശം ഒരു പടം ഞാൻ വരച്ച് കാണിക്കാം. ഒരു ക്യൂബാണിത്. ഈ ക്യൂബിൻ്റെ ഈ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമായിരിക്കും. നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കണം. ഈ ഫിഗറിൻ്റെ ഈ ക്യൂബിൻ്റെ കോർണേഴ്സിൽ മാത്രം ആറ്റംസ് ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിമിറ്റീവ് ക്യൂബ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബ്. ദ പാർട്ടിക്കിൾസ് ആർ പ്ലേസ്ഡ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് എ യൂണിറ്റ് സെൽ ഈസ് കോൾഡ് പ്രിമിറ്റീവ് ക്യൂബ്, യൂണിറ്റ് സെൽ ഓർ സിമ്പിൾ ക്യൂബ് എന്ന് പറയുന്നു. ഇനി നമുക്കറിയാം, ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ, ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു ചെറിയൊരു തരിയിൽ ഒരുപാട് സിമ്പിൾ ക്യൂബ് അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലുകൾ ചേർന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു NaClൻ്റെ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഈ ഒരു NaClൻ്റെ സ്ട്രക്ചറിൽ ഇതേപോലെ ഒരുപാട് ക്യൂബുകൾ ചേരുന്നതാണ് ഈ ഒരു വലിയൊരു സ്ട്രക്ചർ. ഇതിൽ തന്നെ ഏകദേശം ഒരു 8 യൂണിറ്റ് സെല്ലുകൾ ചേർന്നതാണ് ഈ ഒരു ക്യൂബ് എന്ന് പറയുന്നത്. 8 യൂണിറ്റ് സെല്ലുകൾ ചേർന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്യൂബിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കോർണർ ആറ്റമാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കോർണർ ആറ്റംസ്. ഈ കോർണർ ആറ്റം തൊട്ടടുത്തുള്ള ക്യൂബുമായിട്ടെല്ലാം ഈ കോർണർ ആറ്റം ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മളൊരു ഇഷ്ടിക അടുക്കി വെച്ച് വളരെ പൊക്കത്തിൽ ഇഷ്ടിക അടുക്കി വെച്ച് കഴിഞ്ഞാൽ ആ നടുക്കിരിക്കുന്ന ഒരു ഇഷ്ടികയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇഷ്ടികയുടെ ചുറ്റിനും ആ ഒരു കോർണറിനെ ടച്ച് ചെയ്തുകൊണ്ട് എത്ര ഇഷ്ടികകൾ നമുക്ക് അടുക്കി വെക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പാർട്ടിക്കിളിനെ ഈ ഒരു പാർട്ടിക്കിളിനെ നമുക്ക് നോക്കിയാൽ അറിയാം. ഈ ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇതൊരു പാർട്ടിക്കിളാണ്. ഈ ഒരു പാർട്ടിക്കിൾ, അതായത് ഈ ഒരു ക്യൂബിൻ്റെ കോർണർ ആറ്റമാണിത്. ഈ ഒരു കോർണർ ആറ്റത്തിനെ ടച്ച് ചെയ്തുകൊണ്ട് എത്ര ക്യൂബുകൾ നമുക്ക് അടുക്കി വയ്ക്കാനായിട്ട് സാധിക്കും, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ അതിനൊരു നോട്ട്ബുക്കുകളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര ക്യൂബുകൾ നമുക്ക് ഈ ഒരു കോർണർ ആറ്റത്തിനെ ടച്ച് ചെയ്ത്, ഇവിടെ ഒരു ഗോളം വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു ഗോളത്തിനെ ടച്ച് ചെയ്ത് എത്ര ക്യൂബുകൾ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും? എത്ര ക്യൂബ് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും? 8 ക്യൂബ്സ് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ 8 ക്യൂബിനെ അറേഞ്ച് ചെയ്ത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ഞാനൊരു ജസ്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് തരാം. ഇതൊരു ക്യൂബാണെന്ന് സങ്കല്പിക്കുക. ഈ ക്യൂബിൻ്റെ കോർണറിലാണ് ആറ്റം ഇരിക്കുന്നത്. ഒരു വലിയൊരു ബോൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു ബോളിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ക്യൂബുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു ക്യൂബുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യൂബുണ്ട്, ഇവിടെയും ഒരു ക്യൂബുണ്ട്. ഇപ്പോൾ എത്ര ക്യൂബായി? 4 ക്യൂബായി. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ഗോളം എന്ന് പറയുന്നത് നമുക്കറിയാം വലിയൊരു ഷേപ്പാണ്. ഇതായിരിക്കും ഒരു ഗോളം, ഒരു ബോളിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ ഒരു ആറ്റം എന്ന് പറയുന്നത്, ആറ്റം ഈസ് കൺസിഡേർഡ് ആസ് എ സ്ഫിയർ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഒരു ബോൾ പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോളിൻ്റെ ഞാൻ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ലെയറിൽ 4 സ്ഫിയേഴ്സ് വന്നു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ബോളിനെ ടച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു കോർണർ ആറ്റത്തിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇതേപോലെ തന്നെ വീണ്ടും
അതിൻ്റെ മുകളിൽ 4 ക്യൂബുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കോർണറിനെ ടച്ച് ചെയ്തുകൊണ്ട് എത്ര ക്യൂബുകൾ ഉണ്ടാകും? 8 ക്യൂബുകൾ ഉണ്ടാകും. അതായത് ഒരു കോർണർ ആറ്റം അപ്പോൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു കോർണർ ആറ്റം എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് 1/8 മാത്രമേ ഒരു ക്യൂബിനപ്പോൾ അവിടെ കിട്ടുന്നുള്ളൂ. അങ്ങനെ എത്ര കോർണർ ആറ്റം ഉണ്ട് ഒരു ക്യൂബിന്? അങ്ങനെ എത്ര കോർണർ ആറ്റം കാണും ഒരു ക്യൂബിന്? 8 കോർണർ ആറ്റങ്ങൾ കാണും അല്ലേ? അങ്ങനെ 8 കോർണർ ആറ്റങ്ങൾ കൂടി ഓരോ കോർണർ ആറ്റവും 1/8 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 8 കോർണർ ആറ്റം ഉണ്ടെങ്കിൽ 8 × 1/8 = 1. അതായത് ഒരു യൂണിറ്റ് സെല്ലിൽ ഒരു ആറ്റത്തിൻ്റെ ഇഫക്റ്റ് മാത്രമേ, നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മാറ്റങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം തൊട്ടടുത്ത ക്യൂബുമായിട്ട് ഷെയർ ചെയ്ത് അടുക്കി വെച്ചേക്കുകയാണെങ്കിൽ ഇതെല്ലാം തൊട്ടടുത്തുള്ള 8 ക്യൂബുമായിട്ട് ഈ ഒരു കോർണർ ആറ്റം ഷെയർ ചെയ്യുകയാണെങ്കിൽ 8 എണ്ണം ഉണ്ടെങ്കിലും ഒരു യൂണിറ്റ് സെല്ലിന് ഒരു ആറ്റത്തിൻ്റെ ഇഫക്റ്റേ കിട്ടും. കാരണം 1/8 1/8 1/8 1/8 1/8 1/8 1/8 1/8 എല്ലാ 1/8 കൂടെ ചേരുമ്പോൾ അത്രേ കിട്ടുകയുള്ളൂ. ഒരാറ്റത്തിൻ്റെ ഇഫക്റ്റ് മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ. Therefore, in a simple cube or a primitive cube, the number of atom is 1. Okay, അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. Here, the atoms are present only at the corners of the cube. Each corner atom is shared by 8 unit cell. Therefore, contribution to 1 unit cell is equal to 1/8. Since each unit cell has 8 atoms at the corners, the total number of atoms in 1 unit cell is equal to 8 × 1/8 is equal to 1. Therefore, for a primitive unit cell, the number of atoms Z is equal to 1. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതല്ല എങ്കിൽ ഒന്നും കൂടി നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക, വീഡിയോയും കൂടി കാണുക. ഓക്കെ, then the number of atoms, calculation of number of atoms in a body centered cubic unit cell. What is body centered cubic unit cell? ഫിഗർ നമുക്ക് വരച്ചാൽ അറിയാം. In this figure we can see the particles are placed at 8 corners of a unit cell and 1 at the body center. നമുക്കറിയാം ഇതേപോലെ ഒരുപാട് ക്യൂബുകൾ ഇതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം ഇഷ്ടിക അടുക്കി വെച്ചേക്കുന്നത് പോലെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോർണറിലും ആറ്റങ്ങളുണ്ട്, ബോഡി സെൻറ്ററിലും ആറ്റങ്ങളുണ്ട്. ഇപ്പോൾ 2 തരത്തിലുള്ള ആറ്റംസ് ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എ കോർണർ എത്രയായിരിക്കും? 8 × 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് ഓരോ കോർണറിലും 8 ക്യൂബുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് 8 × 1/8. ഇനി ഇൻ ദ ബോഡി സെൻറ്റർ ഓഫ് ദ യൂണിറ്റ് സെൽ, ദിസ് ആറ്റം കനോട്ട് ഷെയർ എനി അതർ യൂണിറ്റ് സെൽ. ഈ ഒരു ആറ്റം എന്ന് പറയുന്നത്, നടുക്കിരിക്കുന്ന ആറ്റം വേറൊരു യൂണിറ്റ് സെല്ലുമായിട്ടും ഷെയർ ചെയ്യുന്നില്ല. ഈ ഒരു യൂണിറ്റ് സെല്ലിന് മാത്രമുള്ളതായതുകൊണ്ട്. അതുകൊണ്ട് ഇതെത്രയായിരിക്കും? ബോഡി സെൻറ്ററിലെ ആറ്റം എത്രയായിരിക്കും? 1. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു 1 + 1 is equal to 2. That means in a body centered cubic unit cell, the net effect of the total number of atoms per unit cell is equal to 2. Here the particles are present at the corners of the cube and also 1 atom at the body center. The number of atoms at the corner is equal to 8 × 1/8 is equal to 1. അപ്പോൾ the atom present at the center of the body is not shared by other atoms. So the number of atoms at the body center is equal to 1. Therefore the total number of atoms in the BCC is equal to 1 + 1 is equal to 2. That is Z is equal to 2. And the third is face centered cubic unit cell. What is face centered cubic unit cell? ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും. The particles are
placed at the corners of 8 corners of the unit cell and the face centers of the unit cell. ഏതൊക്കെ face center? 1 2 3 4. ഇനി ഫ്രണ്ടിലൊന്ന് ബാക്കിലൊന്ന്. ഓക്കെ, 5 6. അപ്പോൾ എത്ര ഫേസ് സെൻറ്റേഴ്സ് ഉണ്ട്? 6 ഫേസ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ക്യൂബിൻ്റെ ഈ ഒരു ഫേസിൻ്റെ സെൻറ്ററിൽ, ഉള്ളിലല്ല ഇരിക്കുന്നത്, ഈ ഒരു ഫേസിൻ്റെ സെൻറ്ററിലാണ്. ഇനി നമ്മളിത് അടുക്കി വെക്കുമ്പോൾ, ഇഷ്ടിക അല്ലെങ്കിൽ ഈ ക്യൂബ് അടുക്കി വെക്കുമ്പോൾ ഈ ഒരു ഫേസിനോട് ചേർന്നായിരിക്കും വേറൊരു ക്യൂബ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ ഫേസ് സെൻറ്ററിലിരിക്കുന്ന ഈ ആറ്റം എത്ര യൂണിറ്റ് സെല്ലുമായിട്ട് ഈ ആറ്റം ഷെയർ ചെയ്യും? ഈ ഒരു ബോൾ ഷെയർ ചെയ്യും. എത്രയുമായിട്ട് ഷെയർ ചെയ്യും? 2 ക്യൂബുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. കാരണം ആ ഒരു ഫേസ് സെൻറ്ററിനോട് ചേർന്ന് 2 ക്യൂബുകളാണ് വരുന്നത്. അതിൻ്റെ നടുക്കായിട്ടായിരിക്കും, ആ ഫേസിൻ്റെ നടുക്കായിട്ടായിരിക്കും ഈ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ എത്ര ക്യൂബുമായിട്ട് ആ ഒരു ഫേസ് സെൻറ്ററിലിരിക്കുന്നത് ഷെയർ ചെയ്യുന്നു? 2. അങ്ങനെ എത്ര ഫേസ് സെൻറ്റേഴ്സ് ഉണ്ട്? 6 ഫേസ് സെൻറ്റേഴ്സ്. അപ്പം നമുക്ക് പറയാം ഈ 6 ഇൻറ്റു 1/2 ഹാഫാണ് ഒരു യൂണിറ്റ്, ഒരു പാർട്ടിക്കിൾ ഹാഫാണ് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്. അപ്പോൾ 6 ഇൻറ്റു 1/2. ഇനി അപ്പം നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? particles are placed at the corners of the unit cell. 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 1/8 ഇസ് ഈക്വൽ ടു 0. ഇനി ഫേസ് സെൻറ്റർ, ഓരോ ഫേസ് സെൻറ്ററിലും എത്ര ഫേസ് സെൻറ്റേഴ്സ് ഉണ്ട്? 6 ഫേസ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 6 ഇൻറ്റു ഒരു ഫേസ് സെൻറ്റർ 2 ക്യൂബുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ആ സെൻറ്ററിലിരിക്കുന്ന പാർട്ടിക്കിളിന് ഒരു ക്യൂബിന് 1/2 മാത്രമേ കിട്ടൂ. അപ്പോൾ 6 ഇൻറ്റു 1/2 ഇസ് ഈക്വൽ ടു 3. Therefore 3 + 1 ഇസ് ഈക്വൽ ടു 4. അപ്പോൾ ഫോർ എ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എത്ര പാർട്ടിക്കിളാണ് കാണപ്പെടുക? 4 പാർട്ടിക്കിൾസ് അവിടെ കാണപ്പെടും. ഇത് ഹിയർ ദ നമ്പർ ഓഫ് ആറ്റംസ് ആർ പ്രസൻറ്റ് അറ്റ് ദ കോർണേഴ്സ് ആൻഡ് അറ്റ് ദി ഫേസ് സെൻറ്റേഴ്സ്. Each corner atom is shared by 8 unit cell and each face center of the atom is shared by 2 unit cell. Number of corner atoms 8 into 1/8 is equal to 1. പിന്നെയോ number of face center atoms 6 into 1/2, that is equal to 3. Total number of atoms is equal to 1 + 3 is equal to 4. FCC is equal to 4. ഈ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കുക. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ തന്നെ ട്രൈ ചെയ്യുക. 2 വീഡിയോസും കാണുക. ഓക്കെ.